ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞതുകൊണ്ട് ശിവനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. അതിപ്പോഴല്ലെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും മാഡത്തിന് ഉപകരിക്കും. നിങ്ങളിപ്പോ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ശിവനല്ല യഥാർത്ഥ ശിവൻ. മാണിക്യോത്തെ മഹേന്ദ്രനേക്കാൾ എല്ലാ തന്റെ ഇടത്തരവും അവനിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ശിവനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നേടിയെടുക്കാൻ വേണ്ടി എന്ത് സാഹസത്തിനും ഏതറ്റം വരെയും പോവും. എന്തിനും അവൻ തയ്യാറാവും. ഒരു വലിയ ക്രിമിനൽ അവന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ക്രിമിനലിന്റെ ബുദ്ധിയിൽ അവൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മളെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. നമ്മള് വീടിന്റെ മുന്നില് ബിവെയർ ഓഫ് ഡോഗ് എന്ന് എഴുതി വെക്കാറില്ലേ? ഫോൺ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതാ ഞാൻ പറഞ്ഞത് വഴി ഞാൻ പറഞ്ഞാ മതിയോന്ന്. ഞാൻ തന്നെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ നിങ്ങളുടെ ഈ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിപ്പോ വന്നതും അങ്ങനെ ഒരു കാര്യത്തിനാ. പണം എത്ര വേണമെങ്കിലും തരാം. ചേട്ടാ ദോശ. ദോശ പറയട്ടെ എന്നാ? അയ്യോ വേണ്ട. സംഭവം എന്തോന്ന് വെച്ചാലേ, നമുക്കൊരാളെ അപകീർത്തിപ്പെടുത്തണം. മാനക്കേട് കൊണ്ട് ഈ നാട്ടിൽ നിന്ന് ഒരാവനെ ഓടിക്കണം. അല്ല, ഞാനേ അങ്ങനെ കാശ് വാങ്ങി മറ്റുള്ളവർക്ക് വേണ്ടി ജോലി എടുക്കുന്ന ആളല്ല. പക്ഷേ ജെനുവിനായിട്ടുള്ള കാര്യമാണെങ്കിൽ. അയ്യോ ജെനുവിനാണ്. ആ ഈ പുള്ളിക്ക് നല്ല ചുറ്റിക്കളികളൊക്കെ ഉണ്ടെന്നേ. പക്ഷെ വീട്ടുകാർക്ക് ആർക്കും ഇത് അറിയാൻ പാടില്ല. അതിനിയാൾക്ക് മക്കളാരുമില്ലേ? ഒരു മോനുണ്ട്. തലേമേ തലതെറിച്ചവനാ പറഞ്ഞു കേട്ടത്. അതങ്ങനെ വരൂ. ഒരു 30 രൂപ ഞാൻ തരും. അത് 30 എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാ 30,000 രൂപ. പാർട്ടി നാടും വീടും വിട്ടോടിയ ബാക്കി ഒരു 20 കൂടി തരും. ഓ കൊടുകൈ. ഇരിക്കട്ടെ, എങ്കിൽ ഞാനിത് പൊളിക്കും. പിന്നെ 1-2 പെൺകുട്ടികളുടെ ഫോട്ടോയും ചേർത്ത് നിങ്ങളുടെ ഭാഷയിൽ കുറച്ച് കാര്യങ്ങൾ ചേർത്തങ്ങ് പീഡിപ്പിച്ചാ മതി. സംഗതി പീഡനവീരനാണെന്ന് ജനം അങ്ങ് മുദ്ര കുത്തിക്കോളും. അല്ല, അതിനെ അയാളുടെ ഫോട്ടോ വല്ല കയ്യിലുണ്ടോ? പിന്നെ ഉണ്ട്, നോക്കട്ടെ. ഫേസ്ബുക്കിൽ നിന്ന് തപ്പിപ്പിടിച്ചെടുത്തു. ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ല, ഞാൻ വിളിക്കാം. നീ ഇതെവിടെ പോന്നു? ഹോസ്റ്റലിലേക്ക്. നീ ഇപ്പൊ പോണ്ട, ഇങ്ങി വന്നേ. നീ ഇപ്പൊ പോണ്ട, നിന്നെ വണ്ടി കൊണ്ടുപോയി വിട്ടുതരാം. ചേച്ചി, നീ എവിടെയാ? ഞാൻ കടയുടെ അടുത്ത് തന്നെയുണ്ട്. വണ്ടിയിൽ ലോഡുണ്ടോ? ഇല്ല. പുറത്ത് സിയെ രസാക്കുണ്ട്. ഞാൻ അയാളെ സംസാരിച്ച് നിർത്തിക്കോളാം. ആ സമയം സെൽവി വണ്ടിയിൽ കയറും. പെട്ടെന്ന് വിട്ടുപൊക്കോണം. പുറത്ത് നിൽക്കുന്ന സിയെ കാണാതെ വേണം ഇവളെ കൊണ്ടുപോവാൻ. മനസ്സിലായോ? മനസ്സിലായി. ഞാൻ വണ്ടി കടയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. അവളോട് സേഫായി കയറാൻ പറഞ്ഞാ മതി. ശരി ശരി. വണ്ടി എടുക്ക്. നിനക്കിപ്പോ കാര്യം മനസ്സിലായല്ലോ. വണ്ടി വന്നു കഴിഞ്ഞാ ഈ ഷോള് തലവഴിയിട്ട് ആളെ മനസ്സിലാവാത്ത വിധത്തിൽ കേറിക്കോണം. ഞാൻ ആ സിയെ ഒന്ന് പറഞ്ഞു നിർത്തട്ടെ. സാറെന്താ ഇവിടെ? എന്റെ ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ട് പോവാന്ന് കരുതി.
അല്ല സാർ ഫ്രണ്ട് വരാൻ വൈകുമെങ്കിൽ കടയിലേക്ക് കയറിയിരുന്നോ? ഏയ് വേണ്ട വേണ്ട, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം. എന്നാ ശരി സാർ, ഞാൻ അങ്ങോട്ട്. ആ കാര്യങ്ങളെല്ലാം ഇനി ഒന്നുകൂടെ ഞാൻ വിശദമാക്കണ്ടല്ലോ. എന്താ മോൻ തീരുമാനിച്ചിരിക്കുന്നത്? എന്റെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനില് ഓഹ്, ഒരു 10 വർഷം കഴിഞ്ഞാലും ചന്ദ്രേ, ഞാൻ നീ ഇതേ പറയൂ. കാരണം ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാൻ നിനക്ക് അറിയില്ല. അല്ലെങ്കിൽ നീ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നിനക്കെല്ലാം കുട്ടിക്കളിയാ. ചന്ദ്ര പ്ലീസ്, നിന്റെ കുറ്റപ്പെടുത്തൽ കേൾക്കാനല്ല ഇപ്പൊ ഞാനിവിടെ വന്നത്. ഇതിൽ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മളിപ്പോ ആലോചിക്കേണ്ടത്. ചെയ്യാൻ പറ്റുന്നത് നിനക്ക് മാത്രമാണ് പ്രകാശ്. ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് നീ തന്നെയാ. നീ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? പെട്ടെന്ന് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാല് നീ എനിക്ക് ചിന്തിക്കാനുള്ള സമയമെങ്കിലും താ. നിനക്ക് എന്റെ അച്ഛനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. വിട്ടൊന്ന് മുറി രണ്ട്. ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. ഈ കല്യാണം അച്ഛൻ ഉറപ്പിച്ചിട്ടുണ്ടോ അത് നടത്തിയിരിക്കും. അല്ല, ഞാൻ വന്നൊന്ന് നിന്റെ അച്ഛനെ കണ്ട് കാര്യങ്ങളും സംസാരിച്ചാലോ? ഒറ്റയ്ക്കാണോ നീ ചെന്ന് കയറി കൊടുക്കാൻ പോകുന്നേ? എന്നാ പിറ്റേന്ന് നിന്റെ അടക്കമായിരിക്കും. എനിക്ക് വന്നെന്ന് വാ വിട്ട് കരയാൻ പോലും പറ്റില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? എന്നെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടുകാരെയും കൂട്ടി അന്തസ്സായിട്ട് പെണ്ണ് ചോദിക്കാൻ വാ. നേരെ വാ, നേരെ പോ. അങ്ങനെ വരുന്ന ഒരു അച്ഛന് വലിയ ഇഷ്ടം.